ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മഴക്കാലത്ത് തന്നെയൊക്കെ ശ്രദ്ധിക്കണം എന്നാണെന്ന്. പ്രത്യേകിച്ച് നമ്മൾ വാഹനത്തിൽ പോകുമ്പം, അപ്പോൾ അത് കാറാവട്ടോ ബൈക്കാവട്ടോ എന്താണേലും വണ്ടിയെ പോകണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം മൊത്തത്തിൽ വെള്ളമായിട്ട് കിടക്കുവാണല്ലോ, കണ്ടോ. മഴക്കാലം മുഴുവൻ വാഹനം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ വൈപ്പറാണ്. കാരണം നമ്മളൊരു വേനൽക്കാലമൊക്കെ കഴിഞ്ഞപ്പം മഴക്കാലത്തോട്ട് വന്നേക്കണം. കാരണം നോർമലി എല്ലാവരുടെയും ചൂടടിച്ച് ഇത് പോയി കാണും വൈപ്പറും കാര്യങ്ങളൊക്കെ, കാരണം അത് റബ്ബറാണല്ലോ. അന്നേരം മെയിനായിട്ട് വൈപ്പർ മാറുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടും. കാരണം വൈപ്പർ മോശമാണ്, നമുക്ക് ഗ്ലാസ് അത്രയും ക്ലീൻ കിട്ടത്തില്ല. അടുത്തായി നമുക്ക് മഴയത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടയറിൻ്റെ ഗ്രിപ്പാണ്. കാരണം അത്യാവശ്യം ഗ്രിപ്പുള്ള ടയർ ഒന്നി ഫ്രണ്ട് ഇടുക, അല്ലെ ഗ്രിപ്പുള്ള ടയറാണോ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ മൊട്ട ടയറാണ് സ്ലിപ്പാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. കാരണം നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് മെയിനായിട്ടത്. വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ ഫോഗ് ലാമ്പും കാര്യങ്ങളുമൊക്കെ. പറയാം ഫോഗ് ലാമ്പ് ഇതുമായിട്ട് എന്നാ ബന്ധം എന്നല്ലേ ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. ഫോഗ് ലാമ്പുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മഴക്കാലത്ത് ഓൾറെഡി വിസിബിലിറ്റി കുറവാണല്ലോ, നല്ല മഴയാണ്, നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഈ ഫ്രണ്ടിലത്തെ ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ഫോഗ് ലൈറ്റ് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അതുകൊണ്ട് ഫോഗ് ലൈറ്റ് ഒക്കെ ഒന്ന് വർക്കാണോ ഒന്ന് ചെക്ക് ചെയ്യുക. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം ചിലയിടത്ത് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരിചയമില്ലാത്ത വെള്ളക്കെട്ടി കാറാണേലും ബൈക്കാണേലും അറക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മീൻസ് ഒരു രക്ഷയില്ലെങ്കിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, നമുക്കിപ്പം പകരം വേറൊരു വഴിയുണ്ട് അതിലേക്ക് കയറി പോകുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ലാഭം. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വെള്ളം, ഇപ്പം പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, നമുക്കൊരിക്കലും വെള്ളം കിടക്കുന്നത് കണ്ട് ആഴം അളക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കുഴി, ഓട, ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണും. എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഈ ഒരു പ്രാവശ്യം മറ്റേ വെള്ളം കാണാൻ വേണ്ടി പോയത്, മറ്റേ ബൈക്കിനായിരുന്നു. ഞാൻ വെള്ളം കാണാൻ പോയപ്പം ഒരു വഴി വെള്ളം കയറി കിടക്കുവാണെന്ന്. ഞാൻ ആ വഴിയും കടന്നു പോയി. അങ്ങോട്ട് പോയപ്പം കുഴപ്പമില്ലായിരുന്നു, തിരിച്ചു വന്നപ്പം ഇതുപോലെ തന്നെ വെള്ളമുണ്ട്. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഓർത്ത് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പോയാലും എന്നാൽ എനിക്ക് തിരിച്ചു പോരാനോന്നുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി. പോകുന്ന വഴിക്ക് പകുതിയായപ്പം വണ്ടിയുടെ എയർ ഫിൽറ്റർ മൂടി വെള്ളമുണ്ടായിരുന്നു, വണ്ടി അവിടെ വെച്ച് നിന്നുപോയി. പിന്നെ എനിക്കന്ന് പരിചയമില്ലാന്ന് ഞാനന്ന് സ്റ്റാർട്ടാക്കി നോക്കി, വണ്ടിക്ക് ബൈക്കാണ്, എഞ്ചിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിപ്പോയി. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പം മഴയത്തും പൊട്ട വെള്ളത്തിനകത്തൊക്കെ വണ്ടി ഉപയോഗിക്കാൻ നിന്ന് പോയാൽ മാക്സിമം പിന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കല്ല. സ്റ്റാർട്ടാക്കുമ്പോൾ ഓൾറെഡി വെള്ളം സക്ക് ചെയ്ത് എഞ്ചിനിലോട്ട് വലിച്ചെടുക്കും. അതിപ്പം ബൈക്കാണ്. അതുപോലെ ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അടുത്തുള്ള ഒരു സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. ഇപ്പം ബൈക്കാണ് എന്താ പറയുന്നത്, ഇപ്പം എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ തന്നെ ഒരു നമ്മളെ ഓയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് കളറാവും, പാല് പോലെ ഇരിക്കും. അതെല്ലാം മാറി പുതിയ ഒരു ഫ്ലഷ് ചെയ്ത് റെഡിയായി. കാരണം നമ്മളത് ചെയ്യാതിരുന്ന് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്ത് തുരുമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൈയോടെ ചെയ്തോണം. ഇപ്പം നിലയിൽ നമ്മളിപ്പോൾ ബാക്കിലെ D4 ഓൺ ആക്കി ഇട്ടേക്കുവാണ്. അപ്പം അത്യാവശ്യം വ്യക്തതയുണ്ട് ഗ്ലാസിന്. വെളിയിൽ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും വലിയ മിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം ക്ലിയർ ആയിട്ടാണ് ഗ്ലാസ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇപ്പം എന്താ പറയുക, റോഡിലൊക്കെ വെള്ളമൊക്കെ കിടക്കുമ്പോൾ അതുപോലെ തന്നെ മാക്സിമം സെൻസർ വണ്ടിയൊക്കെ ഇറക്കാതിരിക്കുക. സെൻസർ വണ്ടി എന്ന് ഉദ്ദേശിച്ച് നമ്മൾ പുതിയ വണ്ടികളെല്ലാം തന്നെ സെൻസറാണ്. സെൻസർ വണ്ടികളൊക്കെ അധികം, അതായത് നമ്മൾ ഈ ചെറിയ സെഡാൻ ടൈപ്പ്, ചെറുതല്ല ഈ സെഡാൻ ടൈപ്പ് പൊക്കം കുറഞ്ഞ വണ്ടികളൊക്കെ അധികം ചാടിക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ എയർ ഫിൽറ്റർ മൂടുന്ന ലെവൽ വെള്ളം വന്നാൽ വണ്ടി നിന്ന് പോകും. കാരണം വെള്ളത്തിൽ പോകുമ്പോൾ എപ്പോഴും എയർ ഫിൽറ്റർ വെള്ളം സക്ക് ചെയ്തെടുത്താണ് വണ്ടി എപ്പോഴും നിന്ന് പോകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മാക്സിമം വെള്ളത്തിൽ ഇറക്കാതിരിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചോളം വേറൊരു 5 കിലോമീറ്റർ ചുറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാഭം അതായിരിക്കും. മഴയുള്ള സമയത്ത് മാക്സിമം സ്പീഡും കാര്യങ്ങളും മാക്സിമം കുറയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളും അത്യാവശ്യം കുറവാണ്. കാരണം നല്ല മഴയാണ്, നമുക്ക് ഓൾറെഡി ഒരു ഇത്ര മീറ്റർ വണ്ടി തന്നെ കാണാൻ പറ്റുന്നില്ല. വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാലോ. കാരണം നമുക്ക് അന്നേരം അത്രയും നമ്മളും സേഫാണ്, വഴിയെ പോകുന്നവരും സേഫാണ്, അത്രയും ഗുണമാണ്. അതുപോലെ തന്നെ നമുക്ക് മഴയത്ത് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യമാണ് ഇപ്പം എന്താ പറയുക, പുതിയ വണ്ടിയെല്ലാം DRL ഓണാണ്. DRL മീൻസ് ഡേ ടൈം റണ്ണിങ് ലാമ്പ്. അത് നമുക്കൊരു വൈറ്റ് LED സ്ട്രിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറല്ല പുതിയ വണ്ടിയിൽ തെളിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില വണ്ടി, ഇപ്പം മിക്ക വണ്ടിയിലും അത് ഓപ്ഷനുണ്ട്, നമുക്ക് ഇപ്പം ഓഫ് ആക്കിയിടാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഇപ്പം മഴയുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ഓൺ ആക്കിയിടുവാണെങ്കിൽ പറയാമെന്ന് വെച്ചാൽ, ഇപ്പം അതായത് ഈ DRL ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വണ്ടിയെ പാർക്ക് ലൈറ്റ് ഉണ്ടല്ലോ, പാർക്ക് ലൈറ്റ് ഓൺ ആക്കി ഇട്ടാലും മതി. കാരണം പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ പാർക്ക് ലൈറ്റ്. അല്ലെ DRL ഓൺ ആക്കി ഇട്ടാനുള്ള പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയത്ത് ഓൾറെഡി ഓപ്പോസിറ്റ് വരുന്നവർക്കൊരു വിസിബിലിറ്റി കിട്ടും. കാരണം അത്രയും നമ്മളൊരു സേഫുമാണ്. അതുപോലെ തന്നെ നമ്മളൊരു പ്രസൻസ് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ നിന്ന് തന്നെ നമ്മളൊരു പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും.